ഒരു കഥ சொல்லிட்டா സാർ. സൈക്കോ കള്ളൻ അല്ലെങ്കിൽ സൈക്കോ കള്ളൻ സോന ആൻഡ് സിബിൻ ബാബു 2 പേരും കൂടി ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്ന് എങ്ങനെ പഠിക്കാത്തോണ്ട് എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എന്റെ കൂടെ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യം പറയൊന്നുമല്ല. കണ്ടോ, ഉള്ളി പുളി ചമ്മന്തി പട്ടിണിയിലാണ്, ഒരു പട്ടിണി. ഞങ്ങൾക്കിത് ധാരാളം. പണിക്ക് പോകുന്നില്ല, പണിക്ക് പോയാൽ തീരുന്ന പ്രശ്നമല്ലുള്ളൂ. ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. പണിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമല്ലുള്ളൂ. രണ്ടാൾക്കും പണിക്ക് പോയിക്കൂടെ? എടാ ശീമപ്പന്നി പോലെ വളർന്ന് എനക്ക് പണിക്ക് പോയിക്കൂടെ? ഇത് അബോഷനായിട്ടിരിക്കുന്ന പെണ്ണാണ്. ഇവിടെ ഞാൻ പണിക്ക് വിടണോ? പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ ഒളിച്ചോടി വന്നാൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ വരുന്ന വരെ ഇവക്കോ എനിക്കോ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പഴയ കാര്യങ്ങളല്ലേ. ഇവള് പഠിക്കുന്ന സമയത്ത് ഇറങ്ങി വന്നു, സമ്മതിച്ചു. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. അതില് ഞങ്ങൾക്ക് ഒരു ഇത് വന്നിട്ടില്ല, ഇതുവരെ റിഗ്രറ്റ് അടിക്കേണ്ട വന്നിട്ടില്ല. ഇതൊന്നും എനിക്ക് പുത്രിയല്ല, ഞാനിത് അത്ര കണ്ടേക്കണ്. അങ്ങനെ വന്നവളല്ലേ, അപ്പോ അവള് കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സേവിങ്സ് പോലും വെക്കാതെ ആണ് ഞാൻ ഇവിടെ നോക്കിയത്. ആഴ്ചയിലൊരു 5-6 ദിവസം ആ വീട്ടില് ബിരിയാണിയോ മന്തി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. തോന്നുമ്പോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാനാ. ഈ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. നമുക്ക് റിസ്ക് തന്നെയാണ് പോലെയാണ്. ഇതൊക്കെ എന്താണ്? എനിക്കാരും തന്നിട്ടൊന്നുമല്ല. അതായത് കുടുംബക്കാര്, രക്തബന്ധം കുടുംബക്കാര് ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചായിട്ടോ? കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പൈസ എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിച്ചിട്ട്. എന്തിന്? എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മളങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണേ. അക്ബറിന് അങ്ങനെ ആരോ ഓശാരൊന്നും വേണ്ട. ഒരാളുടെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തു. ആള് കുറച്ച് പൈസ തന്നു, എന്ത് സഹായിച്ചു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതിന് മേലെ ഒന്നും വരാനൊന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ സന്തോഷിക്കുക. ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകും, അതുവരെ നിശബ്ദരായിരിക്കണം. ഒരു വട്ടം ഞാൻ ഒന്ന് വീണു, ശരിയാണ്. എന്തുകൊണ്ട് അങ്ങനായി? നിന്റെ കഴിവുകേട് കൊണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു വലിഞ്ഞഴഞ്ഞാണെങ്കിലും ഞങ്ങൾ എണീക്കുന്നു. ചാവുന്നതിന് മുമ്പ് ഒരു ദിവസം കാശ് വീശി ലാവിഷായിട്ട് ഞാൻ വലസും. നെഞ്ചു തീർത്താനായിട്ടില്ല, കുറച്ച് കഴിയട്ടെ. ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇത്ര രൂപ കടം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ, ഫിനാൻഷ്യലി ഞാൻ വളരെ വീക്കാ. പക്ഷേ ഐ ആം വെരി കോൺഫിഡൻസ് ഐ ഹാവ് നൗ. തീർക്കും. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് കുഴി പോകത്തേ ഉള്ളൂ.